പശ്ചിമേഷ്യൻ മണ്ണിൽ നിന്ന് വരുന്നത് ലോകത്തെ ഞെട്ടിക്കുന്ന വാർത്തകളാണ്. ഇറാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ അമേരിക്കയുടെ 2 കരുത്തുറ്റ യുദ്ധവിമാനങ്ങൾ തകർന്നു വീണതോടെ യുദ്ധം അതീവ ഗുരുതരമായ ഒരു വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 35 ദിവസമായി തുടരുന്ന ഈ പോരാട്ടത്തിൽ ഇതാദ്യമായിട്ടാണ് അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിടുന്നത്. ഇത് കേവലം 2 വിമാനങ്ങളുടെ തകർച്ചയല്ല, മറിച്ച് അമേരിക്കയുടെ വ്യോമ മേധാവിത്വത്തിന് നേരെ ഇറാൻ ഉയർത്തുന്ന കനത്ത വെല്ലുവിളിയാണ്. അമേരിക്കയുടെ അഭിമാനമായ A-10 വാർതോഗ്, അതുപോലെ F-15E സ്ട്രൈക്ക് ഈഗിൾ എന്നീ വിമാനങ്ങളാണ് ഇറാൻ സേന തകർത്തത്. പേർഷ്യൻ ഗൾഫിന് സമീപം തകർന്നു വീണ A-10 വിമാനത്തിലെ പൈലറ്റിനെ അമേരിക്കൻ രക്ഷാസേന സാഹസികമായി കണ്ടെത്തി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. എന്നാൽ രണ്ടാമത്തെ വിമാനമായ F-15E പർവ്വത പ്രദേശമായ തെക്കൻ ഇറാനിലെ കോഹ്കിലൂയ ബോയർ അഹമ്മദ് പ്രവിശ്യയിലാണ് തകർന്നു വീണത്. ഈ വിമാനത്തിലെ പൈലറ്റിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് അമേരിക്കയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. നിലവിൽ ഇറാൻ മണ്ണിൽ വെച്ച് അമേരിക്കൻ സൈന്യവും ഇറാൻ അധികൃതരും തമ്മിൽ ഈ പൈലറ്റിനായി ഒരു വലിയ മനുഷ്യവേട്ട തന്നെ നടത്തുകയാണ്. കാണാതായ പൈലറ്റിനെ കണ്ടെത്താൻ അമേരിക്കൻ സേന തിരച്ചിൽ ശക്തമാക്കുമ്പോൾ ശത്രു രാജ്യത്തിന്റെ പൈലറ്റിനെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് ഇറാൻ വലിയ പാരിതോഷികവുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പൈലറ്റുമാരെ കണ്ടാലുടൻ വെടിവെച്ചിടാനോ പിടികൂടാനോ ഇറാൻ റേഡിയോ വഴി പ്രദേശവാസികൾക്ക് കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇത് യുദ്ധ നിയമങ്ങളുടെ ലംഘനമാണെങ്കിലും ഇറാൻ ഈ നീക്കം അമേരിക്കയെ പ്രകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ്. ഈ യുദ്ധത്തിൽ ഇതുവരെ 13 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം മാത്രം പരിക്കേറ്റവരുടെ എണ്ണം 365 ഉയർന്നു എന്നത് യുദ്ധത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ കരസേനാംഗങ്ങളും നാവികരും വ്യോമസേനാംഗങ്ങളും ഉൾപ്പെടുന്നുണ്ട്. തന്റെ സൈനികർക്കും വിമാനങ്ങൾക്കും ഏറ്റ പ്രഹരത്തെ തുടർന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. വിമാനങ്ങൾ തകർക്കപ്പെട്ടത് ഇറാന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെങ്കിലും നമ്മൾ യുദ്ധത്തിലാണെന്ന കാര്യം മറക്കരുത് എന്നാണ് ട്രംപിന്റെ പ്രതികരണം. അതേസമയം ഇസ്രായേലിന്റെ സഹായത്തോടെ ഇറാന്റെ ഉരുക്ക് ഉൽപാദന കേന്ദ്രങ്ങൾ തകർത്തതായി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെടുന്നുണ്ട്. ഇത് ഇറാന്റെ ആയുധ നിർമ്മാണ ശേഷിയെ ബാധിക്കുമെന്നാണ് ഇസ്രായേൽ കണക്കുകൂട്ടുന്നത്. എന്നാൽ ഇതിന് തിരിച്ചടി എന്നോണം കുവൈറ്റിലെയും അബുദാബിയിലെയും എണ്ണ കമ്പനികൾക്ക് നേരെ ഇറാൻ പുതിയ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരിക്കുകയാണ്. ലോകത്തിന്റെ എണ്ണ വിപണിയെ തകർക്കാനാണ് ഇറാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. വിമാനങ്ങൾ തകർന്നു വീണതും പൈലറ്റിനെ കാണാതായതും അമേരിക്കൻ സൈനിക വൃത്തങ്ങളിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നായി ഇത് മാറുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇറാൻ മണ്ണിൽ ഒരു അമേരിക്കൻ പൈലറ്റ് പിടിക്കപ്പെടുകയോ വധിക്കപ്പെടുകയോ ചെയ്താൽ അത് ലോക മഹായുദ്ധത്തിലേക്ക് വരെ നയിക്കാവുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുക. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ യുദ്ധം അതിന്റെ നിയന്ത്രണങ്ങൾ വിട്ടുപോയിരിക്കുകയാണ്. സമാധാന ചർച്ചകൾക്ക് പ്രസക്തി നഷ്ടപ്പെടുകയും ആയുധങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ വരും ദിവസങ്ങൾ ലോകത്തിന് നിർണായകമാണ്. അമേരിക്കയുടെ തിരിച്ചടിയും ഇറാന്റെ പ്രത്യാക്രമണങ്ങളും ഇനിയും തുടരുമ്പോൾ ലോകം മുഴുവൻ ഇതിന്റെ സാമ്പത്തിക രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നത് തീർച്ച.